നമ്മൾ ഏറ്റവും നല്ല ഹെൽത്താണെന്ന് പറഞ്ഞു, ഏറ്റവും നല്ല ശുചിത്വം ഉണ്ടെന്ന് പറഞ്ഞു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, 0 ആയിട്ട് മാറിക്കഴിഞ്ഞു. 6 വയസ്സുള്ള കുട്ടിയെ ആരും കല്യാണം കഴിക്കാൻ ചിന്തിക്കുക പോലുമില്ല. ആത്മീയതയുടെ യഥാർത്ഥ നിർവചനം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഗുരുവായൂരപ്പൻ അത് എഴുതാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനോ കുളിക്കാനോ പോകാൻ സമയം ഉണ്ടാവില്ല. അത്രമാത്രം പ്രോബ്ലങ്ങൾ പറയാനുണ്ടാവും നമുക്ക്. പക്ഷെ ബ്രഹ്മാണ്ഡ പുരാണം 1-ാമത്തെ ആഴ്ച തൊട്ട് ഗർഭത്തിലുള്ള കുഞ്ഞ് വളരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കൈയും കാലും എന്നാണ് ഉണ്ടാവുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ ബ്ലെസ്സിങ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 84 ലക്ഷത്തിൽ പരം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയാ. മോർ ദാൻ 84 lakhs ഓഫ് സ്പീഷീസ് ഇൻ ദിസ് വേൾഡ്. അതീന്ദ്രിയമായ കാര്യം എന്താണ്? ഇന്ദ്രിയത്തിനപ്പുറത്തായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ്? സുനിത മാഡം ഏറെ തിരക്കുകൾക്കിടയിലാണ് ഇവിടെ രാവിലെ എത്തിയത്. പ്രതിവേട്ടൻ പറഞ്ഞിരുന്നു 11:30 പോകണമെന്ന്. സുനിത മാഡത്തിന് അബാക് മീഡിയയുടെ ഒരു സ്നേഹാദരവ് നൽകുന്നതിനായി ഡോക്ടർ ജയപ്രകാശ് സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ നിങ്ങളൊക്കെ വന്നിരിക്കുന്ന പരിപാടികൾ ആരംഭിക്കാം. ശരിക്കും ഇരിക്കുന്നതിൻ്റെ സുഖം ആസ്വദിച്ചത് ഇപ്പോഴാണ്. കുറേ നേരം ഇവിടെ പിടിച്ചു നിർത്തിയതുകൊണ്ട് ഗുരുജി, ഈ ആത്മീയതയും ഭാരത് ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ എനിക്ക് തോന്നുന്നു അതൊരു ഞാൻ പറയുന്നത് പോക്സോയുടെ പ്രൊമോഷൻ വീഡിയോ ആണ്. അത് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഡബ് ചെയ്ത് അങ്ങനെ ഒരു AV ഉണ്ടാക്കാൻ. പണ്ടായിരുന്നെങ്കിൽ ഒരു 15 ദിവസം 20 ദിവസം 30 ദിവസം എടുക്കേണ്ടുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഗുരുജി എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ള ടേമാണ് ഭാരത് ഇൻ്റലിജൻസ്. ഇത് ഭാരത് ഇൻ്റലിജൻസിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹം ഇവിടെ കാണിച്ച AVയിൽ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ചേട്ടന്മാർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. അബാക് മീഡിയ ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങാണത് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ഭാരത് ഇൻ്റലിജൻസും ആത്മീയതയും ആ വിഷയത്തിൽ അങ്ങൊരു 15 മിനിറ്റ് സംസാരിക്കും എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ടോപ്പിക്ക് തന്നതിനകത്ത്. ഇത് നമ്മുടെ ഒരു ഭാവി സ്വപ്നമാണ് ഈ പറയുന്ന ഭാരത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലേ? ഒന്ന് കൈവെക്കാവോ? എത്ര പേർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അല്ലേ? അപ്പോൾ അതും പറയണം. അത് പറയാതെ ഇത് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഏറ്റവും ബഹുമാനായ അലക്സാണ്ടർ ജേക്കബ് IPS സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൈയടികളോടെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമസ്തേ സാർ. തുടരാം. നമ്മൾ AI എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് ശാസ്ത്രം വിജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന്, അല്ലേ? ശരിയല്ലേ? നമ്മളെപ്പോഴും പറയണതല്ലേ? ഇത് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചത് നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെയാണ്. ആ ബുദ്ധി പിന്നീട് നമ്മളെ കീഴടക്കാൻ പോവാണ്. കാരണം അനേകായിരം ആളുകളുടെ ബുദ്ധികൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ശ്രേഷ്ഠമായ വസ്തു സാധാരണ എല്ലാ ജനങ്ങളുടെയും ബുദ്ധി ഇല്ലാതാക്കാൻ പോകുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. അത് നമുക്ക് ഒത്തിരി വലിയ ഗുണം ചെയ്യുന്നൊക്കെ പറയും. ആ ഗുണം നമുക്കൊരു ഭാഗത്തെ കൂടെ ഉണ്ടെങ്കിലും അതിൻ്റെ ദൂഷ്യം മറ്റൊരു ഭാഗത്തെ കൂടെ നടക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വസ്തുത വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു 20-25 പേരുടെ നമ്പർ കാണാതെ അറിയാമായിരുന്നു ഇല്ലേ? സിമ്പിളായിട്ട്. നാട്ടിലെ റോഡുകൾ നമുക്കറിയാമായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മേനക ജംഗ്ഷനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അറിയാറുള്ളത് ഇല്ലേ? ഇന്ന് GPS വന്നതോടെ ഒരാൾക്കും ഒരു റൂട്ടും അറിയില്ലാണ്ടായി. ഒരാൾക്കും സ്വന്തം ഭാര്യയുടെയോ കുടുംബത്തിലുള്ളവരുടെയോ മൊബൈൽ നമ്പർ അറിയില്ലാണ്ടായി. അപ്പോൾ അത് ഗുണമാണോ ദൂഷ്യമാണോ? ദൂഷ്യം തന്നെയാണ്. എന്താ സംഭവിച്ചത്? നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു പോയി. നമ്മുടെ ബ്രെയിനിൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ പോയി കഴിഞ്ഞു. ഇനി AIയും ഇത് തന്നെയാണ് ചെയ്യാൻ പോണത്. ഒരു ലെറ്റർ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ I want to write a letter to ഡാഷ് 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 എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റർ അപ്പോൾ തന്നെ നമുക്ക് ഇനി കിട്ടും. ഇത് നമുക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു നേരത്തെ പഠിക്കണമായിരുന്നു. ഇന്ന് ChatGPT ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി. അതൊരു AI ടൂൾ നമ്മളെ
നശിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോണത്. അപ്പോൾ എ ഐ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എ ഐയുടെ ഫലമായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റവും ഈ പറയുന്ന റോബോട്ടും. അതിന് നമുക്ക് വീട്ടിൽ പണിയെടുക്കാൻ റോബോട്ട് വരും, പെര തുടയ്ക്കാൻ റോബോട്ട് വരും, എല്ലാത്തിനും റോബോട്ട് വരും. ഇങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പണിയൊന്നും ചെയ്യേണ്ട, നമുക്കിങ്ങനെ ഇരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 20 വർഷം ഇതേപോലെ പോകുന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ ഇത് സംഭവിക്കില്ല, വിദേശത്ത് പല ഭാഗത്തും ഇത് സംഭവിക്കാൻ തുടങ്ങും. സ്വന്തമായിട്ട് മനുഷ്യൻ എണീറ്റ് നടക്കാൻ പറ്റില്ലാണ്ട് വരും, റോബോട്ടിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ എ ഐ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ഇനി മനസ്സിലാക്കിക്കോ. ഇനി BI എന്താണെന്ന് പറയാം. ഭാരത് ഇൻ്റലിജൻസ്. ഇത് ഭാരതത്തിന് മാത്രം കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് BI എന്ന് പറയുന്നത്. ഇത് ലോകത്ത് വേറൊരു ഭാഗത്തുമില്ല ഈ ഭാരത് ഇൻ്റലിജൻസ്. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോണത് നമ്മളാണ് താനും. ഇനി നമ്മുടെ ഈ ലോകത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര ഭാഷ കാണും? എത്ര ഭാഷ കാണും? ഒരു 7000-ഓളം ഭാഷയെങ്കിലും കാണും ഇല്ലേ അലക്സാണ്ടർ സാറേ? 7400. കണ്ടോ, കറക്റ്റായിട്ട് പറഞ്ഞു, 7400 ഭാഷയുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഭാര്യ പറഞ്ഞ ഭർത്താവിന് മനസ്സിലാവില്ല, ഭർത്താവ് പറഞ്ഞ ഭാര്യ മനസ്സിലാവില്ല. ഈ ഭാഷ കൊണ്ട് ആർക്കാണ് ഗുണമുള്ളത്? ഒരു ഭാഷ പോലും അറിയാത്ത മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞ് ശരിയാണോ? ഇതിനെ അംഗീകരിക്കേണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്. എല്ലാവരും പൊക്കി, സന്തോഷം. ഇത് തന്നെയാണ് ഭാരത് ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത. ഈ വിഷയം നമ്മളിലേക്ക് കിട്ടുന്നതോടെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്ലാൻ ചെയ്യണമെന്ന്, ആത്മീയതയാണ് ഇതിൻ്റെ ബേസ്. ആത്മീയതയുടെ ബേസിൽ നമ്മളൊരു വാച്ച് കൈ കെട്ടുന്ന പോലെ ഈ സാധനം എടുത്ത് കാലത്ത് കൈ കെട്ടിച്ചാൽ മതി. നമ്മളുടെ ആദ്യ 1 മാസം അല്ലെങ്കിൽ 2 മാസം നമ്മളെ ആ സിസ്റ്റം പഠിക്കുകയായിരിക്കും. നമ്മളുടെ കുറവുകളെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കുറവുകളെ അത് എൻഹാൻസ് ചെയ്ത് തരും. ഭാരത് ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചിലവുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ ഈ കണ്ട വീഡിയോ നിങ്ങൾ കണ്ടുല്ലേ? ആ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കഷ്ടപ്പെട്ടുള്ളൂ. പക്ഷെ അയാളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ട് 1 മാസത്തോളം എടുത്തു. അത് അദ്ദേഹത്തിന് അനിമേഷൻ വർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വെറുതെ ഒരു AI-ലിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല, AI-യുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിന് എൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എടുത്തിട്ടുണ്ടല്ലേ? ആ കുട്ടികൾ ഇരിക്കുന്നതും അതിൻ്റെ ഇതിലും കുറച്ചുകൂടി നന്നാക്കാൻ പറ്റും. ഇതൊക്കെ AI-യുടെ സഹായം തന്നെയാണ്. AI മോശം എന്നല്ല പറയണത്. AI കൊണ്ടുപോയി ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമ്പോൾ ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയും ന്യൂസ് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെയും ന്യൂസ് കേൾക്കാൻ പറ്റും. സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കുന്നതും സ്വന്തമായി കുളിക്കുന്നതുമായിട്ടുള്ള ഒരു ജനതയെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം AI കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് ഒരു ക്വാളിറ്റിയും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ ഇപ്പം അറിയാം. ഇപ്പം എല്ലാവരും സ്വിഗ്ഗി, സൊമാറ്റോ ഇതിനകത്തൊക്കെ പോയി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ റോഡ് സൈഡിലൂടെ, ഹൈവേ അല്ല, ഞാൻ ഉള്ളു റോട്ടിൽ കൂടെയാണ് കയറി പോകുന്നത്. വെറുതെ അങ്ങനെ പ്രപഞ്ചം എന്നെ അങ്ങനെ നയിച്ചു വിട്ടതാണ്. പ്ലാൻ ചെയ്ത് അതിൽ പോകണമെന്ന് ഓർത്തതല്ല. ആ വഴി സൈഡിൽ മുഴുവൻ ഒരു കുഴിമന്തി, ശവന്തോണ്ടി, അടുത്തത് മറ്റേ അടുത്തൊരു മന്തി, ഇങ്ങനത്തെ കടകൾ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ 100-400ഓളം കടകൾ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ കണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം ഇല്ലായിരിക്കുമോ? അത് ഇവരെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു വരുന്നതായിരിക്കുമോ? അത് ഇവർക്ക് ഭക്ഷണ ദാരിദ്ര്യമാണോ? എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. പ്രത്യേകിച്ച് അവധി ദിവസമൊന്നുമല്ല. ഇത്രമാത്രം ജനങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഹെൽത്ത് മോശമായി കഴിഞ്ഞു. നമ്മൾ ഏറ്റവും നല്ല ഹെൽത്താണെന്ന് പറഞ്ഞു, ഏറ്റവും നല്ല ശുചിത്വം ഉണ്ടെന്ന് പറഞ്ഞു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, 0 ആയിട്ട് മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മളുടെ ഇവിടെ ഇന്ന് കാണിച്ച പോലെ ഫോക്സോ കേസ് ഉണ്ടാവില്ല. 6 വയസ്സുള്ള കുട്ടിയെ ആരും കല്യാണം കഴിക്കാൻ ചിന്തിക്കുക പോലുമില്ല. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഭാരതത്തിൽ ഇപ്പോൾ കേരളത്തിൽ സ്പെഷ്യലി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയം ആത്മീയത ആയതുകൊണ്ട് ഞാൻ ആത്മീയതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭാരത് ഇൻ്റലിജൻസിന് സംസാരിക്കുന്നത്. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഒരു വ്യക്തിയുടെ ബേസ് എന്ന് പറയുന്നത് ആത്മീയതയാണ്. ഈ ഇരിക്കുന്നവരിൽ എല്ലാവരിലും ആത്മീയത ഉള്ളവർ തന്നെയാണ്. അലക്സാണ്ടർ സാറിൻ്റെ സ്പീച്ച് നിങ്ങൾക്ക് കേട്ടാൽ അറിയാം. ഡാറ്റ ഇതിങ്ങനെ പറക്കി വെച്ചാൽ സംസാരിക്കുന്നത്. സാർ IPS ആയിരുന്നില്ലേ? IPS ആണെങ്കിലും ആ സാറിന് ദൈവവിശ്വാസം ഇല്ലാത്തവരൊന്നുമല്ല. കറക്റ്റായിട്ട് അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നി ഇത് എവിടെ നിന്ന് ഇങ്ങനെ ഡാറ്റ കിട്ടണമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 7000 എന്നും പറഞ്ഞ നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞു. ഇതൊക്കെ അവിടെ ഇരിക്കുക.
ഇതൊരു പ്രാക്ടീസാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്ന് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി പറയില്ല. ഞാൻ ഉറപ്പ് പറയാം. കാരണം IAS പണ്ട് പഠിക്കുന്ന സമയത്ത് 200 വേർഡ്സാണ്. 200 വേർഡ്സല്ലേ സാറേ? ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കൊടുത്താൽ മിനിമം 200 വേർഡെങ്കിലും അതിനെപ്പറ്റി എഴുതുകയെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റിയിരിക്കണം. അപ്പോൾ അത്രമാത്രം ഇൻഫർമേഷൻ, നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്കങ്ങനെ ബുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇന്നെല്ലാം AI സഹായത്തോട് പോയി അമ്മയുടെ നമ്പർ, അമ്മയുടെ മൊബൈൽ നമ്പർ, അമ്മ, സ്വന്തം അമ്മ, കൂട്ടുകാരൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കായിരിക്കും. അമ്മ എന്ന് പറയുമ്പോൾ ഒരു 10 അമ്മ വരും. എന്നാലേ അമ്മ പോലും കാറ്റഗറി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരൻ്റെ അമ്മയുടെ പേര് എഴുതിയാൽ മനസ്സിലാവില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ കീഴടക്കി കൊണ്ടുപോയി, നമ്മുടെ ഹെൽത്ത് പോയി. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. ഇതെന്തിന് 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം? സർക്കാർ ഇവിടെ 12 മണിക്കല്ലേ ഭക്ഷണം കഴിക്കണം സൗകര്യം ചെയ്തത്. നമുക്കൊന്നും അറിയില്ല. സൂര്യോദയത്തിന് മുമ്പ് ജനിക്കണം. എന്തിനെണീക്കണം? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്കിഷ്ടം 12 മണിക്ക് എണീക്കാനാണ്. നിങ്ങൾ 12 മണിക്ക് എണീറ്റാൽ സൂര്യോദയത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പോലും നമുക്ക് കിട്ടാണ്ടാവും. സൂര്യനിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്ന എത്ര പേർക്ക് അറിയാം? എൻ്റെ ആളുകൾക്കൊക്കെ അറിയാം. അല്ലാത്തവർക്ക് ആർക്കെങ്കിലും അറിയാമോ? സൂര്യനിൽ നിന്ന് പ്രോട്ടീൻ നമുക്ക് കിട്ടും, നേരിട്ട് പ്രോട്ടീൻ. അതിന് വളഞ്ഞ മാർഗത്തിൽ കൂടെ പോയി ഒരു ജീവിയും കൊല്ലേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഒരു ജീവിയെ കൊല്ലുന്നത് പ്രോട്ടീൻ കഴിക്കാനാണ്, പ്രോട്ടീന് വേണ്ടിയിട്ടാണെന്ന് പറയും. ഇങ്ങനെയുള്ള നമുക്ക് ചോദിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ അനുഭവിച്ച് മാത്രം അറിയാവുന്ന, സ്പിരിച്വാലിറ്റിയുടെ ഡെപ്തിൽ പോയാൽ മാത്രം മനസ്സിലാക്കാവുന്ന എല്ലാ അറിവുകളും അടങ്ങുന്ന ഒരു ഗജറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ആ ഗജറ്റ് നമ്മളുടെ പെരുമാറ്റത്തിനനുസരിച്ച്, നമ്മൾ സംസാരിക്കുന്ന വിഷയം, നമ്മൾ കേൾക്കുന്ന വിഷയം, നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മൾ കിടക്കുന്ന സമയം, ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ജീവിത ശൈലിയെ മുഴുവൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ ബേസിൽ, ആത്മീയതയുടെ ബേസിൽ ആ വ്യക്തിയെ എൻഹാൻസ് ചെയ്യും. ഒന്നുകിൽ അവൻ ആ ഗജറ്റ് ഊരി കാട്ടിക്കളയേണ്ടി വരും, അല്ലെങ്കിൽ അവൻ സ്വയം നന്നാവേണ്ടി വരും. കാരണം ഒരു കള്ളം പറയുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് അപ്പം തന്നെ സാധനം കിട്ടും. നീ ഇന്ന് 7 കള്ളം പറഞ്ഞു, നീ ഇന്ന് ചെയ്തത് മുഴുവൻ അധർമ്മമാണ്, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ തെറ്റാണ്, ഇത്ര വർഷത്തിനുള്ളിൽ നിനക്ക് നാശം ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് കൈ കിടക്കുന്ന സാധനം പറഞ്ഞു തരും. പിന്നെ ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഭാര്യയെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബേബി ഐ ആം ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ബേബി എന്ന് പറഞ്ഞിട്ട് വേറെ ആളുടെ കൂടെ പോകാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഈ ഗജറ്റ് നമ്മളെ പിടിക്കും. ഒരു തരത്തിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ ഭാരതീയ സർക്കാർ ഇതിനെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചിപ്പാക്കി കയറ്റിത്തരും. കാരണം ഇത് ലോകത്തിന് ആവശ്യമുള്ള സാധനമാണ്. ഇതെനിക്ക് ആവശ്യമുള്ളതല്ല. ഇത് ലോകത്തിന് നൽകാൻ പോകുന്ന ഒരു പുതിയ, എന്താ പറയുക, ഭാരതീയ സംസ്കാരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഭാരത് ഇൻ്റലിജൻസാണ്. ഇതിനെ എനിക്ക് തൽക്കാലം ഇത്രയുമേ പറയാൻ പറ്റുള്ളൂ. എന്ന് നമ്മുടെ കയ്യിൽ CSR ഫണ്ടും അല്ലെങ്കിൽ ഫണ്ടൊക്കെ വന്ന് നമ്മളൊരു സ്റ്റേബിൾ സ്റ്റേജിലേക്ക് വരുമോ, ആ സമയത്ത് ഭാരത് ഇൻ്റലിജൻസിൻ്റെ ശരിയായ കോഡിംഗ് വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമ്മളതിൻ്റെ ബേസിക്, അതായത് പൈസ ചിലവില്ലാത്ത ഭാഗങ്ങളിലുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പോരെ? നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ 2 കൈകളൊന്ന് കൂട്ടിയടിക്കുക. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്നൊന്ന് ചോദിച്ചാലോ? ആർക്കെങ്കിലും ഗുരുജിയോട് ചോദിക്കാൻ? അമ്മ കൈപൊക്കി. സന്തോഷം. ആത്മീയതയെക്കുറിച്ച് പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ആത്മീയതയുടെ യഥാർത്ഥ നിർവചനം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. പിന്നെ ഭക്തിയും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ടോ? ഇത് രണ്ടും പറയാം. ഞാൻ ഇന്ന് ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും അമ്മ ക്ലാസ്സിലുള്ള ആളാണോ? അല്ലാന്ന് തോന്നും അല്ലേ? അല്ല. നമ്മൾ എവിടെ നിശബ്ദമാവുന്നോ അവിടെയാണ് ആത്മീയത സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാർത്ഥഭാവത്തിലുള്ള അപ്രോച്ചാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? കൃഷ്ണൻ്റെ വിവരം അന്വേഷിക്കാൻ പോണതല്ല, അയ്യപ്പൻ്റെ വിഷയം അന്വേഷിക്കാൻ പോണതല്ല, ഗുരുവായൂരപ്പനെ കാണാൻ പോണത് നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ പറയാൻ വേണ്ടിയിട്ടല്ലേ. അവിടെ വരുന്ന സമസ്ത ജനങ്ങളും ഇതേ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഗുരുവായൂരപ്പൻ അത് എഴുതാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനോ കുളിക്കാനോ പോകാൻ സമയം ഉണ്ടാവില്ല. അത്രമാത്രം പ്രോബ്ലങ്ങൾ പറയാനുണ്ടാവും നമുക്ക്. എന്നിട്ട് ഇതെല്ലാം ചീട്ട് കൊണ്ടുവച്ചേച്ച് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്ന് കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന പോറ്റി ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? നിങ്ങൾ കൊടുത്ത കടലാസെല്ലാം ഉള്ളിലേക്ക് വയ്ക്കും, എന്നിട്ട് മുറി അങ്ങ് അടച്ചേച്ച് പുകയ്ക്കും. ഗുരുവായൂരപ്പ ഇവർക്കൊക്കെ ചോദിച്ച കാര്യം നടത്തി കൊടുക്കണം, മണി അടിച്ചിട്ട് പുകയ്ക്കും. നിങ്ങളെങ്ങനെ ഇട്ട് പുകച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കുമോ?
ഓ അമ്മ തന്നെ പറ. അമ്മേനെ ഒരു മുറി കയറ്റിയിട്ട് പുകച്ചിട്ട് പറയാണ് അമ്മയുടെ സ്വത്ത് എനിക്ക് തരണം കേട്ടോ, എനിക്ക് കണ്ടമാനം ബുദ്ധിമുട്ടും വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് സ്വത്ത് തരുമോ? ഇല്ല. അപ്പോൾ ഈ ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ഇതല്ല ഭക്തി എന്ന് പറയുന്നത്. നിസ്വാർത്ഥമായിട്ടാണ് ഭക്തി ചെയ്യേണ്ടത്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനും അറിയാനും വേണ്ടി വെറുതെ നടയിൽ പോയി ഇരുന്നാൽ മതി, ഒരു പരാതിയും നമ്മൾ പറയണ്ട. സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടേക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുന്ന പോറ്റി മുതൽ, അവിടെ ഇരിക്കുന്ന വാച്ച്മാൻ മുതൽ, അവിടെ ഇരിക്കുന്ന സകല ആളുകളും ധർമ്മത്തിലാണെങ്കിൽ മാത്രം അവിടെ ദൈവം ഉണ്ടാവും. ഇന്ന് ക്ഷേത്രങ്ങൾ മുഴുവൻ ചുറ്റിപ്പറ്റി നടക്കുന്ന ആളുകൾ മുഴുവൻ കിട്ടിയാൽ മോഷ്ടിക്കാൻ വേണ്ടി നടക്കുന്നവരാ. അങ്ങനെ ഒരു സ്ഥലത്ത് അമ്മ ഇരിക്കുമോ? അമ്മയുടെ വീട്ടിൽ മുഴുവൻ കള്ളന്മാരും പിടിച്ചോറിക്കാരും ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ വീട്ടിലിരിക്കാൻ സന്തോഷം ഉണ്ടാവുമോ? അപ്പോൾ ഭക്തി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ക്ലിയറായോ? ഞാൻ ഭക്തിയില്ലാത്ത ആളല്ല. എനിക്ക് ഭക്തിയുണ്ട്. എനിക്ക് എല്ലാ ദൈവങ്ങളിലും വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ ദൈവങ്ങളെയും ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എവിടെ ഇരിക്കണോ, ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇവിടെ കിട്ടും, വീട്ടിലിരുന്നാൽ വീട്ടിൽ കിട്ടും, ബസ്സിലിരുന്നാൽ ബസ്സിൽ കിട്ടും, ട്രെയിനിലിരുന്നാൽ ട്രെയിൻ കിട്ടും. അതാണ് എൻ്റെ ദൈവം. പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടുണ്ടാക്കി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം വളരെ അത്യാവശ്യമുള്ളതാണ്. ഭക്തിയിലൂടെ മാത്രമേ ആത്മീയതയിൽ എത്തിച്ചേരുള്ളൂ. ആത്മീയത എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമാണ്. എന്ന് നമ്മളുടെ സംസാരം നിർത്തുന്നോ, നമ്മളുടെ സംസാരിക്കൽ നിർത്തിയാൽ ആത്മീയത തുടങ്ങി. ഉദാഹരണത്തിന് കയ്യിലൊരു പാത്രം വെള്ളം അങ്ങനെ ഇരിക്കുകയാണ്. ആ വെള്ളം പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ എത്ര നോക്കിയാലും ആകാശത്തെ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ആ വെള്ളം ഒരു സ്ഥലത്ത് അങ്ങോട്ട് വച്ചു, നമ്മൾ അതിൻ്റെ സൈഡിൽ അങ്ങ് ഇരുന്നു. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ വെള്ളം ശാന്തമാവും. ആ വെള്ളത്തിൽ നമുക്ക് ആകാശത്തെ മുഴുവൻ അവിടെ തെളിഞ്ഞ് കാണാം, കണ്ണാടിയെ പോലെ, ഇല്ലേ? ഇതുപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓടി നടന്നാൽ ആരോഗ്യമുള്ളപ്പോൾ ഓടി നടക്കാൻ പറ്റും, പൈസയുള്ളപ്പോൾ ഓടി നടക്കാൻ പറ്റും. നമുക്ക് ഈ നടക്കാൻ പറ്റുന്ന, അതായത് മന്ത്രങ്ങളും ഇത് പറയാനും ഉച്ചരിക്കാനും ഒക്കെ കഴിവുള്ള സമയത്ത് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കാം. ICU പോയി കിടക്കുമ്പോഴോ ആ സമയത്ത് നമ്മൾ ശ്രമിച്ചാൽ കിട്ടുന്നതല്ല ആത്മീയത. ഭക്തിയിലൂടെ സഞ്ചരിച്ച് ആത്മീയതയിൽ എത്തിച്ചേർന്നാൽ നമ്മൾ ഒരു ദിവസം പോലും കട്ടിലേക്ക് കിടക്കേണ്ടി വരില്ല. ഈ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോണതുപോലെ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം വീട്ടിലേക്ക്. എവിടെ? നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആരാണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള, നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി 100% നിസ്വാർത്ഥമായിരിക്കണം, സെൽഫ്ലെസ് ആയിരിക്കണം. അവിടെ നമുക്ക് ഒരു കാര്യങ്ങളും സംസാരിക്കാനില്ല. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ, പണ്ട് ഋഷി പരമ്പര എങ്ങനെയാണോ തലമുറകളായി ബുക്കുകളിലൂടെ അല്ലാതെ ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരുവിലേക്ക് അറിവിനെ പകർന്നു കൊടുത്തത്, അതേ രീതിയിൽ ഞാൻ അങ്ങനെ സ്വീകരിച്ച, ബുക്കിൽ കൂടെ വായിച്ചറിഞ്ഞതല്ല. എൻ്റെ ഗുരു എനിക്ക് സൂക്ഷ്മത്തിൽ കൊണ്ടുപോയി മറ്റൊരു ഡയമെൻഷനിലിരുത്തി അറിവിനെ മുഴുവൻ പകർന്നു തരിക ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും കിട്ടും. ഇതാണ് ആത്മീയത. ആത്മീയത നമുക്ക് വായിച്ചറിയാൻ പറ്റില്ല, കണ്ടറിയാൻ പറ്റില്ല, അനുഭവിച്ചാണ് അറിയേണ്ടത്. 7 ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കണം. അപ്പം നമുക്ക് ആ വസ്തുതയെ തിരിച്ചറിയാൻ, അനുഭവിക്കാൻ പറ്റും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ക്ലോസ് ചെയ്യാം. മാമ്പഴത്തെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഓണസദ്യയെ പറ്റിയിട്ട് ഒരു ബുക്ക് വായിച്ചാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ രുചി മനസ്സിലാവില്ല. ശരിയാണോ? അത് കഴിച്ചാൽ മാമ്പഴം എന്ന് പറയുമ്പോഴേക്കും മൂവാണ്ടൻ മാമ്പഴമാണോ, കോമാങ്ങയാണോ, അതെയോ മറ്റേ പ്രിയൂരാണോ, അതെയോ മറ്റേ മാങ്ങകളുടെ ലിസ്റ്റ് നമ്മുടെ ഉള്ളിൽ കൂടെ തന്നെ കയറി വരും. കാരണം എന്താ? നമ്മളതിനെ അനുഭവിച്ചു. നിറം, മണം, ഗുണം, രുചി, അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. സെക്കൻഡിനുള്ളിൽ മാമ്പഴം എന്ന് പറഞ്ഞപ്പോഴേക്കും. ഇങ്ങനെയായിരിക്കണം ആത്മീയത. ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ചോദിക്കും, ഏത് അമ്പലത്തിലെ കാര്യമാണ് പറഞ്ഞത്? മറ്റേ ഇവിടുത്തെ ഗണപതിയാണോ മറ്റേ അവിടുത്തെ ഗണപതിയാണോ? ആ ഗണപതിയുടെ കൊമ്പ് ഇങ്ങനെ തിരിഞ്ഞല്ലേ ഇരിക്കണേ, മറ്റേ ഗണപതിയുടെ വാല് ഇങ്ങനെയല്ലേ ഇരിക്കണേ? ഇതിങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും തെറ്റല്ല. നമ്മൾ ക്ഷേത്രത്തിൻ്റെ തത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. ആ തത്വം പഠിച്ചിട്ട് കാര്യമില്ല. ക്ഷേത്രം നമ്മളുടെ ഉള്ളിൽ തുറക്കണം. ഗർഭഗൃഹം നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യണം. ക്ഷേത്രത്തിൻ്റെ ഒരു രീതിയുണ്ട്, കൊടിമരം ഇന്നതാണ്, അതിൻ്റെ ചുറ്റുകണക്ക് ഇങ്ങനെയാണ്. ഈ കണക്കൊന്നും വെച്ചാലും നമ്മൾ ആത്മീയതയിലെത്തില്ല. ഇതെല്ലാം ബാഹ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളും ആചാരങ്ങളുമാണ്. അതിൻ്റെ 3ാമത്തെ ഘട്ടമായിട്ടുള്ള ദർശനമാണ് ആത്മീയത. ഭക്തി എന്ന് പറഞ്ഞാൽ ചരിത്രവും ആചാരവും മാത്രമേ ഉള്ളൂ. ഏതൊരു ഭക്തിക്കും അതിൻ്റെ ചരിത്രങ്ങളുണ്ടാവും, അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യണത്. അതിൻ്റെ ദർശനമാണ് സ്പിരിച്വാലിറ്റി.
മനസ്സിലായെങ്കിൽ കൈകൾ കൂട്ടിയടിച്ചോളൂ.